Hi friends, എല്ലാവർക്കും A2Z ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ VEO എക്സാം 2019 VEO എക്സാം ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ ജില്ലകളിൽ നടന്ന VEO എക്സാമിന്റെ ആൻസർ കീയാണ് നമ്മൾ നോക്കുന്നതിൽ മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ എക്സാം നടന്ന 23/11/2019 അതിന്റെ ആൻസർ കീയാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് കിട്ടിയ മാർക്കൊക്കെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എത്രണ്ണം ഈസി ആയിരുന്നു, എന്തെല്ലാം നിങ്ങൾക്ക് എത്ര മാർക്ക് ചെയ്തു, എത്ര അറ്റൻഡ് ചെയ്തു എന്നൊക്കെ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ LDC 2020 വേണ്ടി അതുപോലെ തന്നെ LDC 2020 LDS LGS അതുപോലെ VEO എക്സാമിന് വേണ്ടിയുള്ള മാത്സ് ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി 8594070249 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിന് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അതുപോലെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എക്സാമിൻ്റെ മാത്സിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. രഘുവിൻ്റെയും അബുവിൻ്റെയും പ്രായങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. അവരുടെ പ്രായങ്ങളുടെ തുക 40 10 വർഷത്തിന് ശേഷം അവരുടെ പ്രായങ്ങളുടെ അംശബന്ധം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. 10 വർഷത്തിന് ശേഷമാണ് അവരുടെ പ്രായങ്ങളുടെ അംശബന്ധം ചോദിച്ചത്. ഇപ്പോൾ തന്നിരിക്കുന്നത് 3:5 ആണ്. 3:5 എന്ന അംശബന്ധത്തിലാണ് ഇപ്പോൾ ഉള്ളത്, നിലവിലുള്ളത്. നമുക്കെന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു 3x, നമുക്ക് വാല്യൂ കിട്ടാൻ വേണ്ടി 3x + 5x അത് കൂട്ടിയാലാണല്ലോ ഇവിടെ തന്നിരിക്കുന്നത് 40 എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 5 3 8x എന്ന് പറയുന്നതാണ് 40 അല്ലേ. അപ്പോൾ എക്സ് എത്രയായിരിക്കും? 40 ആയിരിക്കണം, 8 5 ആയിരിക്കും. നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അബുവിൻ്റെ അംശബന്ധം നമ്മൾ 3x ആണ് രഘുവിൻ്റെ പ്രായം, അബുവിൻ്റെ പ്രായം 5x ആണ് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ നിലവിൽ ഇപ്പോഴുള്ള പ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ 5 × 3 15 പ്ലസ് 5 × 5 25 ആണ് ഇപ്പോഴുള്ള പ്രായം. ക്ലിയർ ആയോ? ഇവിടെ 3x ആണ് ഒരാളുടെ പ്രായം, 5x ആണ് മറ്റാളുടെ പ്രായം. എക്സ് നമ്മൾ കണ്ടുപിടിച്ചു, 5 എന്ന് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ അപ്പോൾ 3x എന്ന് പറഞ്ഞാൽ 15, 5x എന്ന് പറഞ്ഞാൽ 25, രണ്ടും കൂട്ടി കഴിഞ്ഞാൽ 40. 10 വർഷത്തിന് ശേഷം ഇതിൻ്റെ കൂടെ 10 ആഡ് ചെയ്ത് കൊടുക്കുക. രഘുവിൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ 15 + 10 25 ആയിരിക്കും. ഇവിടെ അബുവിൻ്റെ പ്രായം 25 + 10 35 ആയിരിക്കും. 25:35 എത്രയാണ്? നമുക്ക് ചെറുതാക്കുകയാണെങ്കിൽ 5:7 എന്ന് വരും. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, 5:7 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരിക. അടുത്ത്, മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന ട്രെയിൻ 300 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സമയമെടുക്കും? ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ ട്രെയിനിൻ്റെ നീളം നമുക്ക് തന്നിട്ടില്ല, അതാണ് ഒന്നാമത്തെ കുഴപ്പം. ട്രെയിനിൻ്റെ നീളമില്ല, 300 മീറ്ററാണ്. അതിൻ്റെ ട്രെയിൻ 300 മീറ്റർ നീളം, 300 മീറ്ററാണ്. പാലത്തിന് നീളമാണ് 300 മീറ്റർ. നമുക്കറിയാം, ഒരു ഇക്വേഷൻ വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പിരമിഡ് വരയ്ക്കുന്നതിന് DTS എന്ന് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാം. D എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്, ദൂരമാണ്, ഡിസ്റ്റൻസ്. T എന്ന് പറഞ്ഞ ടൈമാണ്. S എന്ന് പറഞ്ഞ സ്പീഡാണ്. നമുക്ക് വേണ്ടത് സമയം ചോദിച്ചു കഴിഞ്ഞാൽ T കാണാൻ പറഞ്ഞാൽ നമ്മോട് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഇപ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ടൈം കിട്ടും. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് വേഗത എന്ന് പറഞ്ഞാൽ km/h. അത് m/s മാറ്റാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? 72 × 5/18 അവിടെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് m/s കൺവേർട്ട് ചെയ്യാം. ഇനി m/s അത് തിരിച്ച് ചെയ്യണമെങ്കിലോ 18/5 കൊണ്ട് ചെയ്താൽ മതി. ഇപ്പോൾ 18 ഇവിടെ നോക്കാം, 72 ൽ 18 എത്ര പ്രാവശ്യം? 18 × 36 36 72. അപ്പോൾ 4 പ്രാവശ്യം, 4 × 5 20 m/s ആണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ 20 മീറ്ററാണ് സഞ്ചരിക്കുക ട്രെയിനിൻ്റെ വേഗത. ഇനി നമ്മുടെ 300 മീറ്ററാണ് നമ്മുടെ ഇവിടെ തന്നിരിക്കുന്ന പാലത്തിൻ്റെ നീളം. ശരിക്കും പാലത്തിൻ്റെ നീളം ട്രെയിനിൻ്റെ നീളം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 300 ആയിരിക്കണം. ഇവിടെ തന്നിരിക്കുന്നത് 20 കൂടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 15. അപ്പോൾ 15 സെക്കൻഡാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ട്രെയിനിൻ്റെ നീളം തരാത്തത് കൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് 15 സെക്കൻഡാണ്. അതിൽ ആ ഓപ്ഷൻസിൽ എടുത്തുകൊണ്ട് ഇതൊന്നും അല്ല എന്നുള്ള ആൻസർ ആയിരിക്കും കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വർക്ക് ഓൺ ടൈമിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രകാശനും രമേശനും ചേർന്ന ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. പ്രകാശൻ മാത്രം ആ ജോലി 30 ദിവസം കൊണ്ടാണ് തീർക്കുക എങ്കിൽ രമേശൻ മാത്രം ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? പ്രകാശം എന്ന് പറഞ്ഞ ആളുണ്ട്, അതുപോലെ രമേശൻ എന്ന് പറഞ്ഞ ആളുണ്ട്. രണ്ടുപേരും പ്രകാശൻ പ്ലസ് രമേശ് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എത്ര ദിവസം? 12 ദിവസം കൊണ്ടാണ്. പ്രകാശം മാത്രം ചെയ്യുന്നത് 30 ദിവസം കൊണ്ട്. നമുക്ക് രമേശന് എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ് കിട്ടേണ്ടത്. നമ്മൾ LCM മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയായി തന്നെ കിട്ടും. 30ഉം 12ഉം പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ 30ഉം 12ൻ്റെയും
LCM എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 30ഉം 12ഉം പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ 60 ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 60 ഉള്ളത്. 60 വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രകാശന് 30ഉം നമ്മുടെ പ്രകാശൻ രമേശനും കൂടി 12 ദിവസം വരുന്നത്. ഇവിടെ എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ പ്രകാശൻ്റെ എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ 60 ആയിരിക്കണം, 30 എത്ര വരുന്നത് 2 എഫിഷ്യൻസിയാണ്. പ്രകാശനും രമേശനും കൂടിയുള്ള എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ 60 ആയിരിക്കണം, 12 ആയിരിക്കണമെങ്കിൽ 5 ആണ്. നോക്കുമ്പോൾ ടോട്ടൽ പ്രകാശിൻ്റെയും രമേശിൻ്റെയും എഫിഷ്യൻസിയാണ് 5 വരുന്നത്. പ്രകാശിൻ്റെ മാത്രം 2 ആണ്. അപ്പോൾ രമേശൻ എത്രയായിരിക്കും? രമേശൻ വരുന്നത് 5 - 2 3 ആയിരിക്കും അല്ലേ. ഇനി രമേശൻ എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്ന് ചോദിച്ചാൽ 60നെ നമ്മൾ എന്ത് ചെയ്യുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 20 ദിവസം, 20 ഡേയ്സ് ആയിരിക്കും നമ്മുടെ ആൻസർ. നെക്സ്റ്റ് നോക്കുക, ഒരു ക്ലാസ്സിൽ 20 കുട്ടിയുടെ ശരാശരി തൂക്കം 35 ആണ്. നമുക്ക് ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ തുക ഡിവൈഡ് ബൈ എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരാശരി കിട്ടിയില്ലേ. അധ്യാപികയുടെയും കൂടി പരിഗണിച്ചപ്പോൾ ശരാശരി തൂക്കം 2 കിലോഗ്രാം കൂടുന്നു എങ്കിൽ അധ്യാപികയുടെ തൂക്കം എത്ര? നമുക്ക് 20 കുട്ടിയുടെ ശരാശരി, 20 കുട്ടിയുടെ തുക കാണാൻ വേണ്ടി 20 ആയിരിക്കണം 35. 35 × 10 350 പ്ലസ് 350 കൂട്ടിയ 700 കിട്ടി. അപ്പോൾ 700 ആണ് അവരുടെ ടോട്ടൽ ആ കുട്ടികളുടെ തൂക്കം എന്ന് പറഞ്ഞത്. ഇനി അധ്യാപികയുടെയും പരിഗണിച്ചപ്പോൾ 21 ആളായി. ഇവിടെ 2 കൂടി കൊടുക്കുമ്പോൾ 37 ആയി. 21 × 37 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 777 കിട്ടുന്നത്. അപ്പോൾ അധ്യാപികയുടെ വയസ്സ് എത്രയായിരിക്കും? 770 പോയി കഴിഞ്ഞാൽ 77 ആയിരിക്കും നമ്മുടെ അധ്യാപികയുടെ വയസ്സ്. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തൊരു മിസ്സിംഗ് ലെറ്റർ ആയിരുന്നു അല്ലേ. 33 5 6 7 9 9. നെക്സ്റ്റ് എത്രയാണ് നോക്കാം. ഇപ്പോൾ തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധം കണ്ടുപിടിച്ച് 3 + 3 6 6 + 3 9. ഇനി നോക്കാം ഇവിടെ 5 + 2 7 7 + 2 9 അല്ലേ. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് വരുന്നത് 9 + 3 ആണ്. 9 + 3 12. ആൻസർ ഈസ് ഓപ്ഷൻ സി 12. ഒരാൾ തെക്കോട്ട് 4 കിലോമീറ്റർ നടന്നു, തുടർന്ന് വലത്തോട്ട് 6 കിലോമീറ്റർ നടന്നു, തുടർന്ന് ഇടത്തോട്ട് 4 കിലോമീറ്റർ നടന്നു. അദ്ദേഹം പുറപ്പെട്ട സ്ഥലത്ത് നിന്നും എത്ര അകലെയാണിപ്പോൾ? ഒരാൾ തെക്കോട്ട് 4 കിലോമീറ്ററാണ് നടന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ദിശകൾ അറിയണം. ന്യൂസ് എന്ന് അടയാളപ്പെടുത്തുക. NEWS ന്യൂസ് എന്ന് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ലഭിക്കും. അപ്പോൾ നോക്കുക, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും അയാൾ സഞ്ചരിച്ചു. തെക്കോട്ട് എന്ന് പറയുമ്പോൾ നേരെ സൗത്തിലേക്ക് നടന്നത്. എത്ര? 4 കിലോമീറ്റർ നടന്നത്. അതിനുശേഷം വലത്തോട്ട് ഈ ഒരു ഭാഗത്തേക്ക് നടക്കുമ്പോൾ എവിടെയായിരിക്കും? നമ്മുടെ വലത് കൈയും ഇടത് കൈ എടുക്കുക. വലത്തോട്ട് 6 കിലോമീറ്റർ നടന്ന് ഈ ഭാഗത്തേക്ക് 6 കിലോമീറ്റർ നടന്നു. അതിനുശേഷം തുടർന്ന് ഇടത്തോട്ട് വീണ്ടും തിരിഞ്ഞപ്പോൾ അത് 4 കിലോമീറ്റർ ഇങ്ങോട്ട് വരുമ്പോൾ ഏത് സൈഡിലേക്കാണ് നമ്മൾ ഇടത്തെ കൈ ഇവിടെ നോക്കുക, അവിടേക്ക് നടന്നു 4 കിലോമീറ്റർ. ഇനി നമ്മൾ അദ്ദേഹം പുറപ്പെട്ട സ്ഥലത്ത് നിന്നും എത്ര അകലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്? അപ്പോൾ അദ്ദേഹം പുറപ്പെട്ടത് ഈ ഒരു ഭാഗത്താണ് പുറപ്പെട്ടത്. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു മട്ടത്രികോണം രൂപീകരിക്കാൻ കഴിയില്ല. മട്ടത്രികോണം രൂപീകരിക്കാം, എന്നിട്ട് അതിൻ്റെ കർണം കണ്ടാൽ മതി, നമ്മുടെ ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ കർണം കാണണമെങ്കിൽ ആദ്യം പാദവും ലംബവും കിട്ടണം. ലംബം എത്രയാണ്? 4. ഇവിടെ ഒരു 4 കൂടി 8 കിലോമീറ്റർ കിട്ടി. ഇനി പാദം ഇവിടെ 6 കിലോമീറ്ററും കൂടി കിട്ടി. ഇനി പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് നമുക്ക് കർണം കാണണമെങ്കിൽ 8² + 6² √8² + 6² കിട്ടിക്കഴിഞ്ഞാൽ കർണം കിട്ടും. 8² എത്ര? 64 + 6² 36 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ √100 കിട്ടും. √100 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മുടെ ആൻസർ? 10 കിലോമീറ്റർ. കുറച്ച് സ്പീഡിൽ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ്, അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് നോക്കാം, 4 × 3 4 × ഒരു പ്രത്യേക ഭാഷയിൽ 4 × 3 68, 1 × 3 62, 3 × 3 66 എങ്കിൽ 4 × 2 എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നോക്കാം, നമുക്കിവിടെ കണ്ടതെന്ത് ചോദിച്ചാൽ ഇവിടെ 3 ഫസ്റ്റ് 4 × 3 ചെയ്തിരിക്കുന്നത്, അതുപോലെ 1 × 3 ചെയ്തിരിക്കുന്നത്, അതുപോലെ 3 × 3 ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ 4 × 3 2 നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ നോക്കുക 68 എങ്ങനെ കിട്ടിയെന്ന് നോക്കുക. 68 കിട്ടിയെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 × 2 6, 4 × 2 8, അടുത്തത് 3 × 2 6, 1 × 2 2 കിട്ടി, 3 × 2 6, 3 × 2 6 66 കിട്ടി, അടുത്ത് 2 × 2 4, 4 × 2 8. നമ്മുടെ ആൻസർ ഈസ് 48 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. ഓക്കെ, ഒരു പ്രത്യേക ഭാഷയിൽ വുമൺ എന്നതിൻ്റെ കോഡ് YPOPF എന്നാണ് എങ്കിൽ പെൻസിൽ എന്നതിൻ്റെ കോഡ് എത്രയായിരിക്കും? അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, A മുതൽ Z വരെ നമ്മൾ പറഞ്ഞിരുന്നു, റിവേഴ്സിലൊക്കെ എഴുതി A മുതൽ M വരെയും N മുതൽ മുകളിലേക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായി തന്നെ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വുമൺ എന്ന് എഴുതുക WOMEN. എങ്ങനെയാണ് YPOFP?
എങ്ങനെ വന്നിരിക്കുന്നത്? W കഴിഞ്ഞ് എത്ര കഴിഞ്ഞിട്ടാണ് ഈ ഒരു Y വന്നിരിക്കുന്നത് നോക്കാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമുക്ക് ആ ചാർട്ട് വരക്കാം. നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിൽ ആ ചാർട്ട് വരച്ച് വെക്കാം. +2 ആണല്ലേ Y. W കഴിഞ്ഞ് +2 ആണ് Y. O കഴിഞ്ഞ് +1 ആണ് P. M കഴിഞ്ഞ് +2 O. E കഴിഞ്ഞ് +1 F. N കഴിഞ്ഞ് +2 എന്ന് പറയുന്നത് P ആണ്. അപ്പോൾ 2 +2 +1 +2 +2 ആണ് ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പെൻസിൽ എന്നത് എങ്ങനെ എഴുതാം? PNCIL എന്നിങ്ങനെ. P എന്ന് പറയുന്നതിൻ്റെ +2 എന്ന് പറയുന്നത് 6 ആണല്ലേ. ഈ F വരും, NOP വരും, CD വരും, IJK വരും, LM വരും. നമ്മുടെ ആൻസർ ഈസ് RFPDKM എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ A ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. നെക്സ്റ്റ് ഒരു ക്ലോക്കിൽ 12:30 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നോക്കുക, നമ്മൾ സാധാരണയായി കാണാറ് അവർ ഇൻറ്റു 30 -11/2 മിനിറ്റ്. നമുക്ക് ഈ 12 മണിക്ക് ശേഷമാണെങ്കിൽ ഈ സംഭവം മാത്രം എടുത്താൽ മതി. 11/2 ഇൻറ്റു മിനിറ്റ് മാത്രം എടുത്താൽ മതി. ചെയ്യുമ്പോൾ 11/2 ഇൻറ്റു മിനിറ്റ് എത്രയാണ്? 30. 2ന് 30 കൊണ്ടായിരിക്കുമ്പോൾ 15. 11 ഇൻറ്റു 15 165 ഡിഗ്രി ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ക്വസ്റ്റ്യൻ ഇതാണ്. എക്ക് ബിയുടെ 3 ഇരട്ടി പ്രായമുണ്ട്. അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം 4 വർഷമാണ്. എന്നാൽ എയുടെ പ്രായമെന്ത്? എ ഉണ്ട്, ബി ഉണ്ട്. ഇവിടെ നോക്കുക, എക്ക് ബിയുടെ 3 ഇരട്ടി പ്രായമുണ്ട്. എക്ക് ബിയുടെ 3 ഇരട്ടി പ്രായം. ബിക്ക് എക്സ് ആണെങ്കിൽ എക്ക് എന്ന് പറയുന്നത് 3x ആണ് അല്ലേ. അപ്പോൾ തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത് 4 ആണ്, 4 വർഷമാണ്. അപ്പോൾ എക്സും 3x തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2x. ആ 2x എന്ന് പറഞ്ഞാൽ 4 ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ ബിയുടെ വയസ്സ് 2 ആണെങ്കിൽ എയുടെ വയസ്സ് എത്രയാണ്? 3x എന്ന് പറയുമ്പോൾ 3 × 2 6 വയസ്സായിരിക്കും എയുടെ പ്രായം എന്ന് പറയുന്നത്. ഓപ്ഷൻ A 6 ആയിരിക്കും. നെക്സ്റ്റ്, ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സ്ത്രീ പറഞ്ഞു, ഇയാളുടെ അമ്മ എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകളാണ്. സ്ത്രീ അയാളുടെ ആരാണ്? ഇയാളുടെ അമ്മ എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകളാണ്. സ്ത്രീ ഇയാളുടെ ആരാണ്? അമ്മയായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജുവിൻ്റെ ജന്മദിനം ഓഗസ്റ്റ് 11 ബാബു രാജുവിനേക്കാൾ 11 ദിവസം ഇളയതാണ്. ഒരു പ്രത്യേക വർഷത്തിൽ സ്വാതന്ത്ര്യദിനം തിങ്കളാഴ്ചയാൽ ആ വർഷം ബാബുവിൻ്റെ ജന്മദിനം ഏത് ദിവസമായിരിക്കും? നോക്കുക, രാജുവിൻ്റെ ജന്മദിനം ഓഗസ്റ്റ് 11 ഓഗസ്റ്റ് 11 അല്ലേ. ബാബു രാജുവിനേക്കാൾ 11 ദിവസം ഇളയതാണെന്ന് പറയുമ്പോഴത്തേക്ക് കുറയത് ഈ ഒരു വയസ്സിൻ്റെ കാര്യത്തിൽ കുറക്കൽ ചെയ്യാം, കൂട്ടുക ചെയ്യാം. അപ്പോൾ ഓഗസ്റ്റ് എന്നാണ്? ഇതിൻ്റെ കൂടെ 11ൻ്റെ കൂടെ 11 ദിവസം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം കിട്ടും? ഓഗസ്റ്റ് 22 ആയിരിക്കും അല്ലേ. ഈ നോക്കുക, ഇവിടെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം തിങ്കളാഴ്ചയാണ്, മൺഡേ ആണ്. അപ്പോൾ ഓഗസ്റ്റ് 22 എത്രയായിരിക്കും? +7 സെയിം ഡേ തന്നെ ആയിരിക്കും. അപ്പോൾ മൺഡേ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. തിങ്കളാഴ്ച തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. നെക്സ്റ്റ്, A = +, B = -, C = ഗുണനം, D = ഹരണമെങ്കിൽ 5 C 7 B 5 A 6 D 3. സിക്ക് പകരം എന്താ പറഞ്ഞത്? ഗുണനം. ഇനി ബിക്ക് പകരം മൈനസ്, എക്ക് പകരം പ്ലസ്, ഡിക്ക് പകരം ഹരണം. 6 ആയിരിക്കണം. 3 എത്രയാണ്? ആദ്യം ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ച് നമുക്ക് ഹരണം ചെയ്യാം, പിന്നെ ഗുണനം, അങ്ങനെ ആ രീതിയിലാണ് ചെയ്യേണ്ടത്. 6 ആയിരിക്കണം. 3 2 പ്ലസ് 5 × 7 എത്രയാണ്? 5 × 7 35 മൈനസ് 5 കിട്ടി അല്ലേ. നോക്കാം, +35 ഇവിടെ +2 37 -5 ചെയ്യുമ്പോൾ നമുക്ക് 32 ആയിരിക്കും നമ്മുടെ ആൻസർ കിട്ടുന്നത്. 32 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് നോക്കാം, √221² -220². ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏത് ഇക്വേഷൻ നോക്കേണ്ടത്? A² - B² എന്താണ്? = A - B A + B. ആ ഒരു രീതിയിൽ എടുക്കണ്ടേ? A - B × A + B എന്ന ആ ഒരു ഇക്വേഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ വരുമ്പോൾ എങ്ങനെ കിട്ടും നമുക്ക്? √221 - 220 × 221 + 220. ഇവിടെ 1 വരും, 1 × 441 വരും. √441 എന്ന് പറയുന്നത് എത്രയാണ്?
√441 എന്ന് പറയുന്നത് 21 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരും, ഓപ്ഷൻ ബി. നെക്സ്റ്റ് 1 - 1/2 × 1 - 1/3 × 1 - 1/4 × 1 - 1/5. 1 നമ്മൾ ചെയ്യുമ്പോൾ 1 - 1/2 ചെയ്യുമ്പോൾ നമുക്ക് 2 - 1/2 എത്ര വരിക? 1/2 കിട്ടും. നെക്സ്റ്റ് 1 - 1/3 ചെയ്യുമ്പോൾ 3 - 1/3 അത് 2/3 കിട്ടുക. 1 - 1/4 ചെയ്യുമ്പോൾ 4 - 1 4 3/4 കിട്ടും. പിന്നെ 5 - 1/5 ചെയ്യുമ്പോൾ 4/5 കിട്ടും. ഇനി ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെ കിട്ടുക? ഇവിടെ നോക്കാം, ഇത് കറക്റ്റായി ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് 1/2 ആദ്യം കിട്ടി, ഇൻറ്റു 2/3 കിട്ടി, ഇൻറ്റു 3/4 കിട്ടി, ഇൻറ്റു 4/5 കിട്ടി. ഇതൊക്കെ നമുക്ക് വെട്ടിക്കളയാം. ലാസ്റ്റ് വരുന്നത് 1/5 മാത്രമേ ഉണ്ടാവുള്ളൂ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഒരു സംഖ്യയുടെ 20% 30% 12 ആണെങ്കിൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 20% 30% 12 ആണെങ്കിൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 20% 30% 12. അപ്പോൾ ഈ സംഖ്യയുടെ 30% കാണണമെങ്കിൽ നമുക്ക് 12 ആയിരിക്കണം 30 ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 1% കിട്ടി. 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സംഖ്യയുടെ 20% കിട്ടും. വളരെ ഈസി തന്നെയാണ്. 12നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 4 × 10 40 കിട്ടി. ഈ 40 ആണ് ആ സംഖ്യ. ഒരു സംഖ്യ ഉണ്ട് ഇവിടെ, എക്സ് എന്ന് പറഞ്ഞ സംഖ്യ ഉണ്ട്. ആ സംഖ്യയുടെ 20% 40 ആണ്. അങ്ങനെ ഈ സംഖ്യ കാണണമെങ്കിൽ 40 ആയിരിക്കണം 20 ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 1% കിട്ടും. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാലോ നമുക്കതിൻ്റെ 100% കിട്ടും. 20 2 പ്രാവശ്യം 2 × 100 200 നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ, ഓപ്ഷൻ ബി. ഒരു വാച്ച് 15% ലാഭത്തിൽ വിറ്റു. അത് 600 രൂപയ്ക്ക് വിറ്റിരുന്നെങ്കിൽ 50% ലാഭം കിട്ടുമായിരുന്നു. എങ്കിൽ എന്ത് വിലക്കാണ് വിറ്റത്? ഒരു വാച്ച് 15% ലാഭത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ എൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 100% ആണെങ്കിൽ ഞാൻ ലാഭത്തിൽ വിൽക്കുമ്പോൾ 150%, 50% ലാഭം 150% വിറ്റു. അത് 600 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ 150% കിട്ടുക. അതിൻ്റെ കോസ്റ്റ് കാണാൻ വേണ്ടി 600 ആയിരിക്കണം 150 ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിൻ്റെ 1% കിട്ടും. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 100% കിട്ടും അല്ലേ? കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കിട്ടുന്നത് 4 × 100 400 രൂപയാണ് അതിൻ്റെ കോസ്റ്റ്. ഇനി 15% ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ 400ൻ്റെ 10% 40ഉം 5% 20ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിറ്റ വില കിട്ടും 400 + 60 460 രൂപക്കാണ് ഞാൻ ആ സാധനം വിറ്റത്. 10% കൂട്ടുപലിശ നിരക്കിൽ ഏത് തുക നിക്ഷേപിച്ചാൽ 3 വർഷം കൊണ്ട് 13,310 രൂപ. നമ്മൾ കൂട്ടുപലിശ കാണാനുള്ള റേഷ്യോ മെത്തേഡൊക്കെ പറഞ്ഞിരുന്നു. 4 വർഷം വരെ കാണാനുള്ള പറഞ്ഞാൽ 3:3:1 ആണ് നമ്മുടെ 3 വർഷത്തേക്കുള്ള ഇക്വേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ 1000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന പലിശ എത്രയാണ്? 3:3:1 331 രൂപയാണ് കിട്ടുന്നത്. നമ്മൾ 10,000 രൂപയ്ക്ക് നോക്കുകയാണെങ്കിലോ 10,000 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ 10,000 രൂപയാണ് നമ്മൾ നിക്ഷേപിച്ചെങ്കിൽ ഫസ്റ്റത്തെ വർഷം 3:3:1 ഫസ്റ്റത്തെ വർഷം നമുക്ക് 10% 10,000ൻ്റെ 1000 കിട്ടും. രണ്ടാമത്തെ വർഷം 1000ൻ്റെ 10% 100 കിട്ടും. മൂന്നാമത്തെ വർഷം 100ൻ്റെ 10% 10 കിട്ടും. ഇത് മൾട്ടിപ്പിൾ ചെയ്യാം. 3000 300 10 എത്ര നമുക്ക് പലിശ കിട്ടിയത്? 3,310. നമ്മുടെ മുതലും കൂടി കൂട്ടി മൊത്തം കിട്ടുന്നത് 13,310 രൂപയായിരിക്കും നമ്മുടെ ആൻസർ കിട്ടുക, നമുക്ക് പലിശയായി കിട്ടുക. അപ്പോൾ ഇവിടെ എത്രയൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ടായിരിക്കുക? 10,000 രൂപയാണ് നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക താഴെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മണ്ണം സ്കോർ ചെയ്യാൻ പറ്റിയെന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കൂടി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.